ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ആയുധമാക്കാൻ ഒരുങ്ങി സംഘപരിവാർ സംഘടനകൾ. ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾക്കായി ഈ മാസം 8-ന് കൊച്ചിയിൽ സംഘപരിവാർ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ BJP RSS നിലപാടുകളെ തള്ളി ഭാരതീയ വിചാര കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ R. സഞ്ജയൻ എഴുതിയ ലേഖനം ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. VHP, ബജരംഗദൾ, ദുർഗാവാഹിനി, മഹിളാ ഐക്യവേദി, അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകളാണ് പ്രധാനമായും കൊച്ചിയിലെ യോഗത്തിൽ പങ്കെടുക്കുക. RSSന്റെ മുൻകൈയിൽ എളമക്കര ഭാസ്കരീയത്തിലാണ് യോഗം ചേരുന്നത്. ശബരിമല വിഷയത്തിൽ സമരം ശക്തിപ്പെടുത്തുന്നതിന് പൊതുഫോറം രൂപീകരിക്കാൻ ശ്രമമുണ്ടാകും. അതുവഴി സമരത്തെ ബഹുജന പ്രക്ഷോഭമായി വളർത്തും. സമരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഘസംഘടനകളുടെ സഹായം തേടും. പ്രശ്നത്തിൽ NSS, SNDP സംഘടനകളുടെ പിന്തുണയും തേടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 6-ാം തീയതി പന്തളം രാജപ്രതിനിധി വിളിച്ച യോഗത്തിൽ NSSും SNDPയും പങ്കെടുക്കും. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വിശ്വാസി സമൂഹത്തോട് പരസ്യമായ യുദ്ധപ്രഖ്യാപനത്തിന് സമാനമാണ്. ഇത് ആപൽക്കരമായിട്ടുള്ള പ്രവണതയാണ്. അതേസമയം ശബരിമലയിൽ സ്ത്രീകൾ കൂടുതലായി എത്തുന്നത് ക്ഷേത്രത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ R. സഞ്ജയൻ ജന്മഭൂമിയിലെ ലേഖനത്തിൽ പറയുന്നു. ഹിന്ദുധർമ്മത്തെയോ സമൂഹത്തെയോ ബാധിക്കുന്ന ഒന്നും വിധിയിലില്ലെന്നും സുപ്രീംകോടതി വിധിയെക്കുറിച്ച് ചിലർ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ഉത്തരവ് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും വേണ്ടിയുള്ളതല്ല. മതസ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. പക്ഷേ അത് മറ്റു മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാകരുതെന്ന കോടതി വിധിയുടെ അന്തസത്തയോട് വിയോജിക്കാനാവില്ലെന്നും R. സഞ്ജയൻ ലേഖനത്തിൽ പറയുന്നു. യു ഷൈജു, മീഡിയ 1, തിരുവനന്തപുരം.